ഗൾഫിന്റെ തീരത്ത് വീണ്ടും യുദ്ധത്തിന്റെ നിഴൽ കനക്കുകയാണ്. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ് ഖാനിൽ നിന്ന് കണ്ടെത്തിയ ഒരു തകർന്ന ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പുതിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ വാർത്താ ഏജൻസിയായ തസ്നിം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഓർബിറ്റൽ സ്പൈ ഡ്രോണാണ് ഇറാന്റെ വ്യോമപ്രതിരോധ സേന വെടിവെച്ചിട്ടത്. രാജ്യത്തിന്റെ തെക്കുകിഴക്കൻ ആകാശത്ത് റഡാറുകളിൽ നിന്ന് മറിഞ്ഞ് സഞ്ചരിക്കുന്ന ഈ ഡ്രോൺ നിർണായക സൈനിക വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. ഹോർമോസ് ഖാൻ പ്രവിശ്യയിലെ അതിർത്തി കാവൽ നാവിക സംഘത്തിന്റെ സഹായത്തോടെയാണ് ഡ്രോണിന്റെ ചിതറിയ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ബന്ദർ അബ്ബാസിനടുത്തുള്ള തീരപ്രദേശങ്ങളിലായിരുന്നു പരിശോധന ശക്തമാക്കിയത്. കണ്ടെത്തിയ ഭാഗങ്ങൾ പിന്നീട് സുരക്ഷാ ഏജൻസികൾ പരിശോധനയ്ക്കായി മാറ്റി. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ഡ്രോണിനെ തകർത്തത് ഇറാന്റെ പ്രത്യേക വ്യോമ പ്രതിരോധ സംവിധാനമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. റഡാർ ഒഴിവാക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരുന്ന ഡ്രോണിനെ പോലും കൃത്യമായി തിരിച്ചറിഞ്ഞ് ലക്ഷ്യമിട്ടെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ പ്രതിരോധ സംവിധാനത്തിന്റെ യഥാർത്ഥ സാങ്കേതിക ശേഷി എന്താണ്? അത് ഏത് തരത്തിലുള്ള മിസൈൽ സംവിധാനമാണ്? എങ്ങനെ റഡാറിൽപ്പെടാത്ത ഒരു ഡ്രോണിനെ കണ്ടെത്താനായി? ഈ ചോദ്യങ്ങൾക്ക് ഇറാൻ ഇതുവരെ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. പക്ഷേ തെക്കുകിഴക്കൻ വ്യോമ പ്രതിരോധ പ്രവർത്തന മേഖലയിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: പേർഷ്യൻ ഗൾഫിൽ നിന്നും സമീപ ദ്വീപുകളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ഇറാന്റെ മിഷൻ മേഖലയിലേക്ക് ഇനി ഒരു റഡാർ ഒഴിവാക്കുന്ന ഡ്രോണിനും കടന്നുകയറാൻ കഴിയില്ല. ഇതിനിടെ ഈ സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ ഔദ്യോഗിക പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷേ പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള രഹസ്യ സൈനിക പോരാട്ടം കൂടുതൽ ശക്തമാകുന്നുവെന്ന സൂചനയായി ഈ സംഭവം വിലയിരുത്തപ്പെടുന്നു. ആകാശത്ത് പറന്നിരുന്ന ഒരു ചെറു ഡ്രോണിന്റെ തകർച്ച, എന്നാൽ അതിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് വലിയൊരു ഭൗമരാഷ്ട്ര സന്ദേശമാണ് എന്നാണ് ഇപ്പോൾ ലോകം വിലയിരുത്തുന്നത്.